Question number 23. Yes. Again, units and measurements. In a measurement, it is asked to find the modulus of elasticity per unit torque applied on the system. The measured quantity has dimensions of അതിൽ b is equal to 3. Value of c ആണ് question. A modulus of elasticity per unit torque എന്ന് പറഞ്ഞത്. A modulus of elasticity എന്ന് പറയുമ്പോൾ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഡിവൈഡഡ് ബൈ ടോർക്ക് അല്ലേ, അതായത് സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ഇൻറ്റു 1/τ. അതിൽ സ്ട്രെയിനിന് ഡയമെൻഷൻ ഇല്ല എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഡയമെൻഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക? ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ഇൻറ്റു ടോർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു എഫ് ഇൻറ്റു ആർ ആണ്. യെസ്, എഫ് ഇൻറ്റു ആർ. അപ്പോൾ എഫ് ഇവിടെ കട്ട് ചെയ്തു, എഫ് കട്ട്. ബാക്കി നമുക്ക് ആരാളുള്ളത്? 1/, ഏരിയ എന്ന് പറഞ്ഞാൽ എൽ ക്യൂബ്, ലെങ്ത് എൽ, റെഡി അല്ലേ? സോറി, എൽ സ്ക്വയർ. ദെർഫോർ 1/L ക്യൂബ് എന്ന് കിട്ടും. ശരിയല്ലേ? 1/L ക്യൂബ്. മൈ ഗോഡ്, എന്താ അവിടെ കിട്ടിയേ? ഓ, ദിസ് ഈസ് എ ഡ്രോപ്ഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരിക്കലും നമുക്കിതിന് ഇവിടെ ടീക്ക് എന്താ കിട്ടുക എന്ന് വെച്ചാൽ ടീക്ക് 0 ആണ് കിട്ടുക. പക്ഷേ ഇവിടെ ബി is equal to 3 എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ബി 3 അല്ല, ബി -3 ആണെന്ന് നമുക്ക് ഇവിടുന്ന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെയാണ് ദിസ് ഈസ് എ ഡ്രോപ്ഡ് ക്വസ്റ്റ്യൻ. NTA has dropped this question. ഓക്കെ, യെസ്. അപ്പോൾ സീൻ്റെ കേസിൽ 0 ആണെന്നുള്ള കാര്യത്തിൽ ഡൗട്ടില്ല. പക്ഷെ ഇവിടെ ഓൾറെഡി ക്വസ്റ്റ്യനിൽ -3 തന്നത് കൊണ്ടായിരിക്കണം ആ പ്രശ്നം. ഓക്കെ, യെസ്.